ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചവ്വരിയൊക്കെ വെച്ച് അതുപോലെ തന്നെ ഇച്ചിരി പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വെൽക്കം ഡ്രിങ്കാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. സാഗോ, ചവ്വരി, സാബുദീന എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ചെറുതല്ല, ഒരു മീഡിയം സൈസായിട്ടുള്ള വലിപ്പത്തിലുള്ള മണികളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ആദ്യം കഴുകി വൃത്തിയാക്കിയതാ ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിന്നിവിടെ അരമണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നോക്കാം. അപ്പോൾ ഇതവിടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഒരു ചവ്വരി ഇച്ചിരിയൊക്കെ ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത് വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ 1/4 കപ്പ് ചവ്വരിക്ക് 2 കപ്പ് വെള്ളമാണ്. അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം മാത്രമാണ് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ചെറുതായിട്ട് ചൂടായി, ഇതാ സൈഡുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കുമിളകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ചവ്വരി പെട്ടെന്ന് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കട്ട കുത്തി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊരു നല്ലൊരു ഒരു കഞ്ഞിവെള്ളമൊക്കെ പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ നമുക്ക് വരും. ഞാൻ കാണിക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ചവ്വരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഒരു കഞ്ഞിവെള്ളം പോലെ, ഒരു പാട പോലെയൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വെള്ളമൊക്കെ ആയിട്ട് ഇത് മാറും. പക്ഷേ നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തണം, ഇതിനകത്തുള്ള ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഞെങ്ങി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വെന്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റാണ്, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഊറ്റി വെക്കാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂടോടെ കൂടെ തന്നെയാണ് അരിപ്പയിലോട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളയുക. അതിനുശേഷം നമുക്ക് അപ്പം തന്നെയാണ് ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളം, നമ്മുടെ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇതേപോലെ ഒന്ന് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് 2 കാര്യമുണ്ട്. ഒന്ന്, ഇതിൻ്റെ മേലുള്ള എക്സ്ട്രാ കൊഴുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. 2 ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനും ഇതിങ്ങനെ ചെയ്യുന്നത് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ 2 തവണയാണ് ഇതൊരു 2.5 കപ്പ് വെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകി ജസ്റ്റ് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്ന് പോട്ടെ. അപ്പോൾ ആ സമയം ഞാൻ ജെല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപും ജെല്ലിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 3 ഫ്ലേവറിലുള്ള ജെല്ലിയാണിത്. ഒന്ന് ഓറഞ്ച്, ഒന്ന് റാസ്ബെറി, പിന്നെ മാംഗോ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള ജെല്ലിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ജെല്ലിയൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ മേടിക്കുന്ന പാക്കറ്റിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും എന്ത് ചെയ്യണം എന്നുള്ളതും എത്ര നേരം ഉള്ളതെന്നുള്ളതും. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക, അതനുസരിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജെല്ലി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കടിച്ചു കഴിക്കാൻ ഇഷ്ടം, എത്ര വലുപ്പത്തിലാണോ എന്നനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതാക്കാം. ഞാനിവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ജെല്ലി, പല കളറിലുള്ള ജെല്ലി റെഡിയാണ്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് നമ്മളിതാ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊന്ന് മുറിച്ചിട്ട് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ജെല്ലികൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജെല്ലിയൊക്കെ എപ്പോഴും നല്ല പല ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നമ്മുടെ ഈ ഒരു വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 തരത്തിലുള്ള കളേഴ്സ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുള്ള നമ്മുടെ ആ ഒരു ചവ്വരിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചവ്വരി കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു വെൽക്കം ഡ്രിങ്ക്. ഈ ഡ്രിങ്ക് എന്ന് പേരാണെങ്കിലും കൂടുതൽ ഇതിനകത്ത് കഴിക്കാനും കടിക്കാനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. അതിപ്പോൾ എല്ലാ കടകളിലും കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽ തന്നെ അതിങ്ങനെ തിളപ്പിച്ച് പാല് നേർപകുതിയാക്കി വറ്റിച്ചെടുക്കുന്ന പാലിനെയാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ പാല് വറ്റിച്ചെടുക്കണേന്. പിന്നെ ഇച്ചിരി മധുരം ഉണ്ട് അതിനകത്ത്.
അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജെല്ലിക്കകത്ത് മധുരമുണ്ട്, ഇവാപ്പറേറ്റഡ് മിൽക്കിനകത്ത് മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പഞ്ചസാര ചേർക്കുവാണെങ്കിൽ ഒത്തിരി ചേർക്കാൻ നിൽക്കരുത്. പിന്നെ ഞാൻ ഓപ്ഷണലാണ് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറപ്പ് ചേർക്കാം. ബദാമിൻ്റെ സിറപ്പ് ചേർക്കാം, പിസ്ത സിറപ്പ് ചേർക്കാം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് പൈനാപ്പിൾ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റോസ് സിറപ്പ് കൊടുത്തതുകൊണ്ടാണ് അതിന് റോസ് ഒരു ചെറിയൊരു പിങ്ക് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. ഈ റോസ് മിൽക്കിന് ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ, അപ്പോൾ ആ മണം കൂടെ വരുമ്പോഴത്തേക്കും നല്ല മണവും രുചിയൊക്കെയാണ്. ഇനി ചെയ്യാനുള്ളത്, ഞാനിത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ വീട്ടിലൊക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ചില്ലിങ് ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ കളേഴ്സൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണാനും, പിന്നെ നമ്മുടെ മുത്തുമണികൾ, ഞാൻ എപ്പോഴും അങ്ങനെയാണ് വിളിക്കുക ചൊവ്വരീനെ. അപ്പോൾ ആ മുത്തുമണികൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണാനും, ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ പോലെ ഇങ്ങനെ എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.